സ്പൈഡർമാൻ. സ്പൈഡർമാൻ എന്ന സൂപ്പർ ഹീറോ കഥാപാത്രത്തെ രണ്ട് പേരാണ് ചേർന്ന് സൃഷ്ടിച്ചത്. സ്റ്റാൻലി, കഥയും കഥാപാത്ര ആശയവും. സ്റ്റീവ് ഡിറ്റ്കോ, വേഷം, രൂപകൽപ്പന, ദൃശ്യശൈലി. 1962 മാർവൽ കോമിക്സ് പ്രസിദ്ധീകരിച്ച എമേസിംഗ് ഫാന്റസി എന്ന കോമിക്കിലാണ് സ്പൈഡർമാൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. സ്റ്റാൻലീക്ക് സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങളും വികാരങ്ങളുമുള്ള ഒരു സൂപ്പർ ഹീറോയെ സൃഷ്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് സ്പൈഡർമാൻ ലോകമെമ്പാടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പീറ്റർ പാർക്കർ എന്ന സാധാരണ കൗമാരക്കാരനിൽ നിന്ന് സ്പൈഡർമാൻ എന്ന അത്ഭുത നായകനിലേക്കുള്ള ഒരു ഹൃദയസ്പർശിയായ യാത്രയാണിത്. ന്യൂയോർക്കിലെ ഒരു സാധാരണ വിദ്യാർത്ഥി, മുത്തശ്ശൻ ആങ്കിൾ ബെന്നിയും ആൻറ്റിമേയും കൂടെ ജീവിച്ച പീറ്റർ ശാസ്ത്രത്തോടുള്ള അതിയായ ഇഷ്ടവും നന്മയുള്ള മനസ്സുമുള്ള കുട്ടിയായിരുന്നു. ഒരു ശാസ്ത്ര പ്രദർശനത്തിൽ റേഡിയോ ആക്റ്റീവ് ചിലന്തിയുടെ കടിയേറ്റ് അവൻ്റെ ജീവിതം പൂർണ്ണമായി മാറി. അസാധാരണ ശക്തി, വേഗം, മതിലുകൾ കയറുന്ന കഴിവ് എല്ലാം പീറ്ററിന് ലഭിച്ചു. ആദ്യം അവൻ ഈ ശക്തി സ്വാർത്ഥതയ്ക്കായി ഉപയോഗിച്ചു. പക്ഷെ ഒരു കള്ളനെ പിടിക്കാതിരുന്ന അവൻ്റെ അശ്രദ്ധ ആങ്കിൾ ബെന്റെ മരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ പീറ്റർ മനസ്സിലാക്കി, വലിയ ശക്തിയോടൊപ്പം വലിയ ഉത്തരവാദിത്വവും വരും. അവിടെയാണ് സ്പൈഡർമാൻ ജനിക്കുന്നത്. സ്വന്തം വേദന മറന്ന് നഗരത്തിൻ്റെ രക്ഷകനായി അവൻ മാറി. ന്യൂയോർക്കിൻ്റെ ആകാശത്ത് ചാടി നടക്കുന്നൊരു മനുഷ്യൻ മാത്രമല്ല സ്പൈഡർമാൻ. അവൻ നമ്മോട് പറയുന്ന സന്ദേശം ഇതാണ്: ശക്തിയുണ്ടെങ്കിൽ അത് നല്ലതിനായി ഉപയോഗിക്കണം. Activating reconnaissance drone.